നമസ്തേ. ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാനിരിക്കെ ഭക്തരെ എങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കാം എന്ന ആലോചനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇത്തവണ എരുമേലിയിൽ പേട്ടതുള്ളി കുളി കഴിഞ്ഞാൽ കുറി തൊടുന്നതിനും പണം ഏർപ്പെടുത്തിയാണ് സർക്കാരിന്റെ വക പുതിയ നീക്കം. ഇനി അയ്യപ്പന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ശരണം വിളിക്കാൻ, സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് വിളിക്കണമെങ്കിൽ പൈസ ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ പേട്ടതുള്ളി അവർ കുളി കഴിഞ്ഞ് പ്രസാദം വാങ്ങി തൊട്ടുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു അമ്പലത്തിൽ ചെന്ന് പ്രസാദം തുടങ്ങുന്നതിന് 10 രൂപ വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഹിന്ദു സമൂഹത്തിലോടല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ കേരള സർക്കാരിൻ്റെ ഈ തികഞ്ഞ സമീപനം എങ്ങനെയും കൊള്ളയടിച്ച് ഇവിടുത്തെ ഭക്തരെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ ഖജനാവ് വീർപ്പിക്കുന്ന ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി തൊഴുവാനും അവർക്ക് പ്രസാദം വാങ്ങുവാനും അയ്യപ്പനെ ദർശനം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം. ഈ പ്രസാദം തൊടുന്നതിന് അല്ലെങ്കിൽ പ്രസാദം നെറ്റിയിൽ തൊടുന്നതിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനം പിൻവലിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തെ നേരിടേണ്ടി വരും. ചന്ദനക്കുറി തൊടുന്നതിന് 10 രൂപ വീതം വാങ്ങണം എന്നാണ് ദേവസ്വം ബോർഡ് കരാറുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമത്രേ. ആദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിന് കരാറും നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ കാണണം എന്റെ അയ്യപ്പ, എന്തൊക്കെ തോന്നിവാസമാണ് ഈ ദേവസ്വം ബോർഡ് എന്ന ഒരു ബോർഡും വെച്ച് കുറെ പേരെ അതിൽ തിരികെ കയറ്റി ഇവന്മാരെല്ലാം കൂടെ ഈ കാട്ടിക്കൂട്ടുന്നത്. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന് സമീപം 4 ഇടങ്ങളിലായാണ് കുറി തൊടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്രേ. അതിൽ ഒരിടം 3 ലക്ഷം രൂപയ്ക്കാണ് കരാറായിരിക്കുന്നത്. ബാക്കി 3 ഇടങ്ങളിൽ 7 ലക്ഷം രൂപയ്ക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത്. ചന്ദനക്കുറി തൊടുന്ന ഭക്തരിൽ നിന്നും 10 രൂപ വീതം വാങ്ങണം എന്നാണ് കരാറിൽ നിശ്ചയിച്ചിരിക്കുന്നത്. തീർത്ഥാടന കാലത്ത് ക്ഷേത്ര നടപ്പന്തലിലും വ്യവസ്ഥകൾ പ്രകാരം ലേലം ചെയ്ത കടകളിലും ആനക്കൊട്ടിലിന് മുന്നിലും ഭക്തർക്ക് കുറി തൊടുന്നതിനുള്ള സൗകര്യം മുമ്പും ഉണ്ടായിരുന്നതാണ്. പേട്ടതുള്ളൽ കഴിഞ്ഞ് കടവിൽ കുളിച്ച് ഭക്തർ ഇവിടെ എത്തി ചന്ദനവും സിന്ദൂരവും ചാർത്തി പണം നൽകുമായിരുന്നു. ക്ഷേത്ര ദർശനം നടത്തി പ്രസാദം വാങ്ങുന്നതിന് പുറമേ ആയിരുന്നു ആ ഒരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇക്കുറി ലേലത്തിൽ ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് കരാറായി നൽകിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിന്നെ ഒന്ന് വന്ന് ആ തിരുസന്നിധിയിൽ കണ്ടു തൊഴാൻ എന്തെല്ലാം കടമ്പ കടക്കണം എന്റെ അയ്യപ്പ, കഠിനമീ കയറ്റം എന്നയ്യപ്പ എന്നതിന് പകരം കഠിനമീ പിഴിയൽ എന്റെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ എന്ന് പറഞ്ഞു പോകുകയാണ്. ഹരിയോം. കേരളത്തിൽ അയ്യപ്പ ഭക്തരോട് കാട്ടുന്ന അവഗണനയും ചൂഷണവും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ വർഷവും കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പാർക്കിങ്ങിന്റെ ഫീസായിട്ടും, ശബരിമലയിലെ പാർക്കിങ്ങിന്റെ ഫീസായിട്ടും, അതുപോലെ തന്നെ KSRTCയുടെ ബസ് ചാർജ് കാര്യങ്ങളായിട്ടും, അങ്ങനെ തുടർച്ച ഒരുപാട് സേവാ കേന്ദ്രങ്ങളൊന്നും പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടും ദീർഘകാലമായിട്ട് അയ്യപ്പ വിശ്വാസികളെ, അവരുടെ താല്പര്യങ്ങളെ ഒക്കെ ഹനിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ളത്. ക്ഷേത്രാചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡാണ് ഈ അവഗണനയ്ക്കും ചൂഷണത്തിനും മുൻകൈയെടുക്കുന്നത് എന്നതാണ് അത്യധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യം. ഇത്തരണത്തിൽ ഏറ്റവും പുതിയ ഒരു ചൂഷണ രൂപം ശബരിമലയുടെ കവാടമായി നിൽക്കുന്ന എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തില് കുളിച്ചിട്ട് വരുന്ന അയ്യപ്പന്മാർക്ക് ഭസ്മം, അവിടെ ഒരു കണ്ണാടി മുമ്പേ വെച്ചിരുന്നു. അപ്പൊ അവിടെ ഭസ്മം തൊടാം, ഭസ്മം തൊട്ടിട്ട് അയ്യപ്പന്മാര് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ 3 or 4 കണ്ണാടികൾ വെക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. 9 ആണെന്നും കേൾക്കുന്നു. എന്നിട്ട് ഈ ഓരോ കണ്ണാടിയും അവിടെ പ്രസാദമായിട്ട് ഈ പറയുന്ന ഭസ്മം കൊടുക്കാനായിട്ട് ഒരാളും അത് കോൺട്രാക്ട് കൊടുക്കുകയാണ്. 3 ലക്ഷം 4 ലക്ഷം ഒക്കെയാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്. അതായത് ഒരു ഭക്തന് കണ്ണാടിയിൽ തൊടണമെങ്കിൽ, ഭസ്മം തൊടണമെങ്കിൽ അതിന് 10 രൂപ അത് കൊടുക്കുക എന്ന് പറയുക, അത് എന്ത് കഷ്ടമാണിത്. ഇത്തരത്തിലൊക്കെ ഇതിനെ ഒരു കറോപശു മാത്രമായിട്ട് കാണുക എന്നുള്ളത് അത്യധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും പാവനമായി നിഷ്കളങ്കമായിട്ടാണ് അയ്യപ്പന്മാര്
ആത്മസായുജ്യത്തിന് വേണ്ടിയിട്ട് തന്നിൽ നിന്ന് അല്പം പോലും അന്യമായതല്ല ഈ ജഗത്തൊന്നും, അത്ര വണ്ണം നിഷ്കളങ്കമായി ആണ് വ്രതമെടുത്ത് അയ്യപ്പന്മാര് ഈ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ പൂർണ്ണമായും പിഴിഞ്ഞെടുക്കുക, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ല, ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ല. പിന്നെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത്, വരുന്ന ടൂറിസ്റ്റുകളെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. വ്രതത്തോടും വിശ്വാസത്തോടും പവിത്രതയോടും കൂടിയാണ് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൊടുത്താൽ, കൊടുക്കുമ്പോൾ കൊടുക്കുന്നവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ആ ഒരു വിശ്വാസം. അപ്പൊ അതിന് അല്പം പോലും മാനിക്കുന്നില്ലാത്ത ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സംവിധാനമായിരിക്കുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരിക്കലും ഭൂഷണമല്ല എന്ന് പറയാതെ വയ്യ. അത് നിർത്തുന്നില്ല എങ്കിൽ നമ്മൾ നാൾക്കുനാൾ ഓരോരോ ദുരാചാരങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലാതെയാക്കി ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്നൊക്കെ വരെ പറയുന്നവരാണ് പുതിയ പുതിയ ആചാരങ്ങൾക്ക് ഇപ്പൊ തുടക്കം കൂടി ഇടുന്നത് എന്നുള്ളത് വളരെയധികം കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലജ്ജയില്ലേ, നാണമില്ലേ? നിങ്ങൾക്ക് കഷ്ടമാണ്. ഇങ്ങനെയുള്ള പ്രവണതകളിൽ നിന്ന് ഇനിയെങ്കിലും അതിന് വേണ്ടുന്ന ആചരണങ്ങൾ മാത്രം മതി. കുടികൊടാനായിട്ട് അവിടെ ഒരു ബസ് വെച്ചാൽ മതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറെയും വെച്ച് അവിടെ ആളുകളിൽ നിന്ന് അവിടെ നിന്ന് പൈസ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കുക, ഇത് ഈശ്വരാനുഗ്രഹമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ദേശത്തിനും നമ്മൾ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രോഗാവസ്ഥകളെയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നെങ്കിലും ഓർമ്മ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്ന് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.